അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് IR സ്പെക്ട്രോമീറ്ററും അതുപോലെ തന്നെ ഫോറിയർ ട്രാൻസ്ഫോംഡ് IR സ്പെക്ട്രോസ്കോപ്പിയുമാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IR സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞ സാധനം എന്താണ്, മോളിക്കുലർ വൈബ്രേഷനെ കുറിച്ചും അതുപോലെ എന്താണ് IR റേഡിയേഷൻ ഇൻട്രാക്ഷനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താണ് IR സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ എന്താണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് പരിചയപ്പെടാൻ അതുപോലെ തന്നെ കമ്പോണൻസുമായിട്ട് പരിചയപ്പെടാൻ അതിൻ്റെ ഓപ്പറേഷനായിട്ട് പരിചയപ്പെടാൻ അതെങ്ങനെയാണ് നമ്മൾ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യുന്നത് പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് IR സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഇനി അടുത്തത് ഫോറിയർ ട്രാൻസ്ഫോംഡ് IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എന്താണ് FTIR എന്ന് പറയുന്ന സാധനം എന്തിന് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിനാണ് മോളിക്കുലർ സ്ട്രക്ചർ, ഡിഫറൻറ്റ് സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് റിസർച്ച് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ മെഡിക്കൽ ആപ്ലിക്കേഷനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് എന്ന് പറയുന്നത് ഈ FTIR എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, IR സ്പെക്ട്രോമീറ്ററിൽ തുടങ്ങാം. IR സ്പെക്ട്രോമീറ്ററിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനാണ് പറയുന്നത്. IR സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ജനറലി എത്രയായിട്ട് തിരിക്കാം, 3 റീജിയൻസ് ആയിട്ട് തിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ റീജിയനാണ് എന്ന് പറയുന്നത് നിയർ ആയിട്ടുള്ള IR റീജിയൻ, പിന്നെന്താണ് മിഡ് ആയിട്ടുള്ള IR റീജിയൻ, പിന്നെന്താണ് ഫാർ ആയിട്ടുള്ള IR റീജിയൻ. നിയർ IR റീജിയൻ, മിഡ് IR റീജിയൻ ആൻഡ് ഫാർ IR റീജിയൻ. അപ്പോൾ ഈ IR സ്പെക്ട്രോമീറ്ററിന് 5 എസെൻഷ്യൽ കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്താണ് സോഴ്സ് ഓഫ് റേഡിയേഷൻ, രണ്ടാമത്തത് ഫോർ ഒപ്റ്റിക്സ്, മൂന്നാമത്തത് മോണോക്രോമാറ്റർ, പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ആംപ്ലിഫയറോട് കൂടിയുള്ള ഒരു ഡിറ്റക്ടറുണ്ട്, പിന്നെ എന്തുണ്ട് ഒരു റെക്കോർഡറും ഉണ്ട്. ഇനി എന്താണ് നമ്മൾ ഡബിൾ ബീം IR സ്പെക്ട്രോമീറ്റർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡബിൾ ബീം IR സ്പെക്ട്രോമീറ്ററിൽ ഈ ബീമിന് എന്ത് ചെയ്യും, 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരെണ്ണം എന്ത് ചെയ്യും, നമ്മൾ സാമ്പിൾ സെല്ലിലോട്ടും രണ്ടാം സാധനം ഇങ്ങോട്ടും പോവും, റെഫറൻസ് സെല്ലിലോട്ടും പോവും. ഈ 2 ബീംസിന് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഈ 1 സെക്കൻഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്നാൽ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഈ 2 ബീംസിനെ ഇങ്ങനെ കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തറിയാൻ പറ്റും, ഈ ഡിറ്റക്ടർ റെസ്പോൺസ് അതുപോലെ എന്താണ് ആംപ്ലിഫയർ ഗെയിൻ അതുപോലെ തന്നെ ഈ സോഴ്സ് ഇൻറ്റൻസിറ്റി അതിലുള്ള ഫ്ലക്ച്വേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാമ്പിളും റെഫറൻസ് തമ്മിലും ബിറ്റ്വീനായിട്ടുള്ള റേഷ്യോ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ അടുത്തതാണ്ടായി കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ IR സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അതിൻ്റെ താഴെ എന്താണ് ഈ സെക്ടർ മിറർ എന്ന് പറയുന്ന സാധനം എന്താണ് റൊട്ടേറ്റിംഗ് സെക്ടർ മിറർ, അതാണ് M എന്ന് പറയുന്നത്. നമ്മൾ സ്പെക്ട്രോമീറ്ററിൻ്റെ ഒന്നാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് M എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റും. അതിൻ്റെ ഫിഗറാണ് എന്ത് ചെയ്തൊക്കെ താഴെ ഇട്ടെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാർട്സിനെ കുറിച്ച് ഈ 5 പാർട്സ് ഉണ്ടെന്ന് പറയാം, 5 പാർട്സിനെ കുറിച്ച് നല്ല വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്താണ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഐഡിയൽ സോഴ്സ്, ഈ സാധനത്തിന് വേണ്ടിയുള്ള ഐഡിയൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ബോഡി റേഡിയേറ്ററാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ബ്ലാക്ക് ബോഡി റേഡിയേറ്റർ ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം, ഡിഫിക്കൽട്ടാണ്. സോ നമുക്ക് എന്താണ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിന് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലോബർ ഫിലമെൻറ്റും അതുപോലെ എന്താണ് നേഴ്സ് ഗ്ലോവറുമാണ്. അപ്പം ഈ നേഴ്സ് ഗ്ലോവർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെയർ ഓക്സൈഡ്സിൻ്റെ സ്പിൻഡിൽ വെച്ച് കൺസിസ്റ്റ് ചെയ്തിരുന്ന സാധനമാണ് എന്ന് പറയുന്നത് ഈ നേഴ്സ് ഗ്ലോവർ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എന്താണ് 2.5 സെൻറ്റിമീറ്ററും അതുപോലെ എന്താണ് ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ ബ്ലാക്ക് ബോഡി പീക്ക് എന്ന് പറയുന്ന സാധനം എന്താണ് 1.5 മൈക്രോമീറ്റർ. അത് ഏത് ടെമ്പറേച്ചറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1600 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ എന്താണ് ബ്ലാക്ക് ബോഡി പീക്ക് എന്ന് പറയുന്ന സാധനം എത്രയായിരിക്കും, 1.5 മൈക്രോമീറ്റർ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ ഷോർട്ടർ വേവ് ലെങ്സിനായിരിക്കും ഇത് കുറച്ചും കൂടി എന്തായിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ടുള്ള, കൂടുതൽ എമിസിവിറ്റി കാണിക്കുന്നതിലാണ് ഷോർട്ടർ വേവ് ലെങ്സിലാണ്. അതുപോലെ എന്താണ് ഇനി അടുത്ത രണ്ടാമത് നമ്മൾ പറഞ്ഞ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞില്ല ഗ്ലോബർ ഫിലമെൻ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ ഗ്ലോബർ ഫിലമെൻ്റ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലോ റെസിസ്റ്റൻസ് റോഡ്, സിലിക്കൺ കാർബൈഡിൻ്റെ ഒരു ലോ റെസിസ്റ്റൻസ് റോഡാണ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബർ എന്ന് പറയുന്ന സാധനം. ഈ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബ്ലാക്ക് ബോഡി പീക്ക് എന്ന് പറയുന്ന സാധനം എത്രയാണ് 1.8 മുതൽ 2 മൈക്രോമീറ്റർ വരെയാണ്. അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ് 1200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ സമയത്താണ് അതിൻ്റെ ബ്ലാക്ക് ബോഡി പീക്ക് എന്ന് പറയുന്നത് എത്രയാണ് 1.8 മുതൽ 2 മൈക്രോമീറ്റർ വരെയാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലോബർ എന്ന് പറയുന്ന സാധനം, ഗ്ലോബർ ഫിലമെൻ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ് എവിടെയാണ് കൂടുതൽ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ലോങ്ങർ വേവ് ലെങ്സിലാണ്. ഷോർട്ടർ വേവ് ലെങ്സിലായിരുന്നു ഏത് നമ്മുടെ നേൺസ്റ്റ് ഗ്ലോബർ ഏതിലായിരുന്നു ഷോർട്ടർ വേവ് ലെങ്സിലും, അതുപോലെ എന്താണ് നമ്മുടെ ഈ ഗ്ലോബർ ഫിലമെൻ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ് ലോങ്ങർ വേവ് ലെങ്സിലാണ് കൂടുതൽ എന്തായിട്ടുള്ളത് യൂസ്ഫുള്ളും സ്യൂട്ടബിളും ആയിട്ടുള്ളത്. ഇനി അടുത്ത ഫോർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോർ ഒപ്റ്റിക്സിൽ പ്രധാനമായിട്ട് എത്തുന്നുണ്ട്
ഒരു സോഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ് M1 M2 എന്ന് പറയുന്ന 2 മിറേഴ്സ് ഉണ്ട്. പിന്നെ ഒരു റൊട്ടേറ്റിംഗ് സെക്ടർ മിറർ എമ്മും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ M1 M2 എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് റേഡിയേഷൻ എന്ത് ചെയ്യും, രണ്ട് ഇക്വലൻ്റ് പാത്തിലായിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടെണ്ണത്തിലായിട്ട് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റെഫറൻസ് ബീം എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് ബീം ഇവിടെ റൊട്ടേറ്റിംഗ് സെക്ടർ മിററിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും, ഈ സാമ്പിൾ ബീം അല്ലെങ്കിൽ റെഫറൻസ് ബീമിനെ എന്ത് ചെയ്യും, ഈ സാധനം എന്ത് ചെയ്യും, ആൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്താണ് മോണോക്രോമാറ്റിക് സ്ലിറ്റ് വെച്ച് പ്രീഡിറ്റർമൈൻ ചെയ്തേക്കുന്ന എന്ന് പറയുമ്പോൾ നേരത്തെ പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു എന്ത് കാണും, പീരീഡ് കാണും. ആ പീരീഡിനനുസരിച്ച് എന്ത് ചെയ്യും, ആൾട്ടർനേറ്റീവായിട്ട് ആരെയൊക്കെ നമ്മുടെ സാമ്പിൾ ബീമിനെ റെഫറൻസ് ബീമിനെ എന്ത് ചെയ്യും, മോണോക്രോമാറ്റിക് സ്ലിറ്റിലോട്ട് അയച്ചുകൊണ്ടിരിക്കും, ഇത് അയച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഈ ഡിറ്റക്ടറിന് എന്ത് കിട്ടും, ഈ സാമ്പിൾ ബീമിനെ റെഫറൻസ് ബീമിനെ ആൾട്ടർനേറ്റീവായിട്ട് കിട്ടുകയും അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ബീമും ഒരേ ലെങ്തല്ലേ ട്രാവൽ ചെയ്യുന്ന. അപ്പോഴത്തേക്ക് എന്താണ് എക്സ്ട്രാ ജീനസ് എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് എന്താണ് ഓർഡിനറി ലെൻസസ് മിറേഴ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അതിന് യൂസ് ചെയ്യാത്തതിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാധാരണ എന്ന് പറയുമ്പോൾ ഓർഡിനറി ആയിട്ട് ലെൻസസ് മിറേഴ്സ് എന്ത് ചെയ്യും, ഈ IR റേഡിയേഷൻ നന്നായിട്ട് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യാറില്ല, നമ്മളത് ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇങ്ങനത്തെ മൂന്നാമത്തെ പാർട്ടാണ് മോണോക്രോമാറ്റർ. ഈ മോണോക്രോമാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഈ പോളിക്രോമാറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യും, അതിൻ്റെ കമ്പോണൻറ്റ് വേവ് ലെങ്സിലോട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിസം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കാം. ഈ നല്ല റിസോൾവിങ് പവർ ഉള്ളത് നമ്മൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല റിസോൾവിങ് പവറുള്ള ആർക്കാണുള്ളത്, ഗ്രേറ്റിങ്ങിനാണ് ഉള്ളത്. ഇതെന്ത് ചെയ്യും, നമ്മൾ മെക്കാനിക്കലി എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. എന്തിനു വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വയർഡ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മെക്കാനിക്കലി ഈ സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം സ്ലിറ്റ് വിഡ്ത്തിനെയും അതുപോലെ മിറേഴ്സിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, നന്നായിട്ട് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ സാധാരണ മോണോക്രോമാറ്റർ യൂസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് റോക്ക് സോൾട്ട് പ്രിസമാണ്. അത് ഏത് റീജിയനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 650 മുതൽ 4000 സെൻറ്റിമീറ്റർ റേസ്റ്റ് -1. ഓക്കെ, ആ റീജിയണിൽ വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, സോൾട്ട് പ്രിസോണ് യൂഷ്വലി ഉപയോഗിക്കുന്ന ബെറ്റർ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ മെയിൻ പാർട്ടാണ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, റേഡിയൻ്റ് എനർജിയെ ഹീറ്റിംഗ് എഫക്റ്റ് വെച്ച് റേഡിയൻ്റ് എനർജി എന്ത് ചെയ്യും, മെഷർ ചെയ്തെടുക്കും. അപ്പോൾ ഈ തെർമോപൈൽസ്, ബോറോമീറ്റേഴ്സ്, ഗൊലാക് സെൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൊലാക് സെല്ലിലാണെങ്കിൽ എന്ത് ചെയ്യും, റേഡിയേഷന് എയർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും, വീഴാൻ അനുവദിക്കും. അതുവഴി എന്താണ് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചിൽ നമ്മൾ പ്രഷറിൻ്റെ ടേംസിൽ വിത്തിൻ ദ സെൽ എന്ത് ചെയ്യും, മെഷർ ചെയ്തെടുക്കും. അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോട്ടോ കണ്ടക്ടിവിറ്റി ബേസ് ചെയ്തുള്ള മെത്തേഡാണ്. ഇവിടെ എന്ത് ചെയ്യും, റേഡിയേഷൻ എന്ത് ചെയ്യും, ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ വീഴാൻ അനുവദിക്കുകയും അതുവഴി അവിടെ ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഡിറ്റക്ടർ എന്ത് ചെയ്യില്ല, നമ്മളിപ്പം അതുവഴി എന്താണ് മക്കളെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് റെഫറൻസ് അതുപോലെ എന്താണ് സാമ്പിൾ സെൽസിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജി എന്താണ് സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല, അവിടെ ഒരു സിഗ്നൽ എന്ത് ചെയ്യത്തില്ല, കാണിക്കത്തില്ല. എന്താണ് ഇനി ഈ സാമ്പിൾ സെല്ലെന്ന് പറയുന്ന സാധനം, ഓക്കെ, ഈ സാമ്പിൾ എന്ന് പറയുന്ന സാധനം എന്താണ്, റേഡിയേഷനെ അബ്സോർബ് ചെയ്യും എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ രണ്ട് ബീംസിലും എന്ത് വരും, ഇത് ഇനീക്വാളിറ്റി വരും. അപ്പോൾ ആ ഇനീക്വാളിറ്റി ഉണ്ടാവുകയും അതുപോലെ എന്താണ് അവിടെ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്യും, ഹൈ ഗെയിൻ ആംപ്ലിഫയറിലോട്ട് ഫെഡ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് പാർട്ടാണ് എന്ന് പറയുന്നത് റെക്കോർഡർ എന്ന് പറയുന്നത്. ഈ റെക്കോർഡർ എന്ത് ചെയ്യും, ഈ ഹൈ ഗെയിൻ ആംപ്ലിഫയറിൽ നിന്ന് എന്താണ് ആംപ്ലിഫൈഡ് സിഗ്നൽ എന്ത് ചെയ്യും, ഒരു ആറ്റിനേറ്റർ വഴി മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ റേഡിയേഷൻ എന്ത് ചെയ്യും, ഈ റെഫറൻസ് ബീം ഉണ്ടാക്കുന്ന റേഡിയേഷൻ എനർജി എന്താണ്, സാമ്പിൾ സെൽ ഉണ്ടാക്കുന്ന റേഡിയേഷൻ എനർജിക്ക് ഈക്വൽ ആവുന്നവരെ അബ്സോർബ് ചെയ്തതിന് ശേഷം സാമ്പിൾ സെല്ലിൻ്റെ എനർജി കുറയുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഈക്വൽ ആവുന്നവരെ എന്ത് ചെയ്യും, ഈ അറ്റിനേറ്റർ വഴി എന്ത് ചെയ്യും, ഈ സാധനം പാസ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് എന്നിട്ട് എന്താണ് എനർജി ബാലൻസ് റീസ്റ്റോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അറ്റിനേറ്ററിൽ പാസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, നിർത്തും. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മോട്ടറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നിർത്തുന്നത്. ഇപ്പോൾ മോട്ടർ എന്ന് പറയുന്ന സാധനമാണ് എന്ത് ചെയ്യണത്, അറ്റിനേറ്ററിലോട്ട് എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ബീമിനെ പാസ് ചെയ്ത് വിടണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു റെക്കോർഡർ പിന്നുണ്ട്. ഈ റെക്കോർഡർ പിൻ എന്ത് ചെയ്യും, ഈ മോട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് ഈ അറ്റിനേറ്റർ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാക്ട്ലി പെന്നിനെ ഫോളോ ചെയ്തായിരിക്കും എന്ത് ചെയ്യണത്, നടക്കണത്.
അപ്പോൾ ഈ IR സ്പെക്ട്രോസ്കോപ്പിയിലെ സാമ്പിൾ ഹാൻഡ്ലിംഗ് ടെക്നിക്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3 ഉണ്ട്. അപ്പോൾ ഒന്നാമത്താണ് എന്ന് പറയുന്നത് മൾ ടെക്നിക്ക് എന്ന് പറയുന്ന സാധനം. ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ സബ്സ്റ്റൻസിന് എന്ത് ചെയ്യും, ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഒരു മുള്ളിങ് ഏജൻറ്റിൽ ഡിസ്പേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലറി അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ ഒരു സ്ലറി അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു മുൾ പ്രിപ്പയർ ചെയ്തെടുക്കും. ഈ മുള്ളെന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും, ഒരു തിൻ ഫിലിമിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ എന്താണ് ഇതിനെ നമ്മൾ ഇവിടെ ഒരു വിൻഡോ സെറ്റപ്പിലെടുത്ത് പ്ലേസ് ചെയ്യും. ഓക്കെ, ഈ വിൻഡോ സെറ്റപ്പാണ് എന്ന് പറയുന്ന IR ബീമിൻ്റെ പാത്തെന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും മുള്ളിങ് ഏജിൻ്റെ അബ്സോർപ്ഷൻ ബാൻസ് കാരണം ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ് ആണ്. ഈ ഇൻ്റർഫറൻസ് എന്ത് ചെയ്യും, അതിൻ്റെ അക്യുറസി എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഇനി എന്താണ് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ ഫൈനാക്കിയെടുക്കുന്ന ഫൈൻ പൗഡറാക്കിയെടുക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഇല്ലേ, അത് യൂസ് ചെയ്യുന്ന വേവ് ലെങ്തിനേക്കാളും എന്തായിരിക്കണം, സ്മോൾ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് എന്ന് പറയുന്നത് പെല്ലറ്റ് ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേത്. ഇതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫൈൻലി പൗഡേർഡ് ആയിട്ടുള്ള സാമ്പിളിന് നമ്മൾ എന്ത് ചെയ്യും, പൊട്ടാസ്യം ബ്രോമൈഡുമായിട്ട് മിക്സ് ചെയ്യും. ഈ മിക്സ്ചറിനെ എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്പെറൻറ്റ് പെല്ലറ്റ് വഴി എന്ത് ചെയ്യും, പാസ് ചെയ്ത് വിടും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു IR ബീമിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കണത്. ഇവിടെ എന്തില്ല, ഇൻ്റർഫിയറിങ് ബാൻഡ്സ് ഇൻ്റർഫിയറിങ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, അക്യുറസിക്ക് പ്രശ്നമൊന്നും വരില്ല. രണ്ടാമത്തേതാണ് സ്കാറ്ററിങ് ലോസസ് കുറവാണ്. അതുപോലെ എന്താണ് റെസൊല്യൂഷൻ സ്പെക്ട്ര ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രയാണുള്ളത്. അതുപോലെ എന്താണ് നമുക്ക് ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. ഓക്കെ ആണല്ലോ. സാമ്പിളിന് എന്താണ് കോൺസെൻട്രേഷനും ഹോമോജനിക്കും ബെറ്റർ കൺട്രോൾ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അനോമലസ് സ്പെക്ട്ര ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എന്നുള്ള സോൾഡ് ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്ത് ചെയ്യും, നമ്മൾ ഈ സോളിഡ്സിൻ്റെ സ്പെക്ട്ര എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളിൻ്റെ എന്ത് ചെയ്യും, ഒരു തിൻ ഫിലിമിനെ നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ള വിൻഡോ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോഴത്തേക്കും ഈ കോൺസെൻട്രേറ്റഡ് നമുക്കിപ്പോൾ എന്താണ് കോൺസെൻട്രേറ്റഡ് ലെയറിന് എന്ത് ചെയ്യും, നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഈ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും, നമ്മുടെ വിൻഡോയുടെ പുറത്ത് എന്ത് ചെയ്യാം, വിൻഡോ മെറ്റീരിയലിൽ എന്ത് ചെയ്യാം, ഒരു ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അലോ ചെയ്യും. അപ്പോഴത്തേക്കും അവിടെ എന്താ ഒരു യൂണിഫോം ഫിലിം ഉണ്ടാവും, യൂണിഫോം ഫിലിം ഉണ്ടാവും. ഓക്കെ, തിക്നെസ് നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തിക്നെസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇവിടെ ഉണ്ടാകുന്ന എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന പാരലൽ സർഫസിൽ ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ് എന്ത് ചെയ്യും, ഇതിൻ്റെ അക്യുറസിയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഫോറിയർ ട്രാൻസ്ഫോം IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിമ്പിൾ മാത്തമെറ്റിക്കൽ ടെക്നിക്കാണ്. എന്ന് പറയുമ്പോൾ ഈ കോംപ്ലക്സ് അവൻ എന്ത് ചെയ്യും, ഫ്രീക്വൻസി കമ്പോണൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും. ആ മെത്തേഡാണ് എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് കൺവെൻഷണൽ IR സ്പെക്ട്രോമീറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം IR റീജിയനിൽ നമുക്ക് വലുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും സോഴ്സസ് എന്താണ് വീക്കാണ്, അതുപോലെ എന്താണ് ഡിറ്റക്റ്റേഴ്സ് എന്താണ് ഇൻസെൻസിറ്റീവാണ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്കും FTIR എന്ന ടെക്നോളജിയാണ്. ഈ FTIR വന്നതോടെ ഈ എനർജി ലിമിറ്റഡ് റീജിയനെ കുറച്ചും കൂടി ആക്സസിബിളായിട്ട്, ഈ എനർജി ലിമിറ്റഡ് റീജിയൻ കുറച്ചും കൂടി ആക്സസിബിളായിട്ട് മാറി. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മിഡിൽ IR റീജിയൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു IR റീജിയൻ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ മിഡിൽ IR റീജിയനാണ് എന്ത് ചെയ്യുന്നത്, മോർ യൂസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആക്കി മാറ്റിയത് ആരാണ്, ഈ FTIR എന്ന് പറയുന്ന ടെക്നോളജി ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. അപ്പോൾ കൺവെൻഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ത് ചെയ്യും, റേഡിയൻ്റ് പവർ G⍵ എന്ന് പറയുന്നതിന് റേഡിയൻ്റ് പവർ അതിനെന്താണ് ഒമേഗ എന്ന് പറയുന്നത്, അതായത് ഫ്രീക്വൻസിയുടെ ഫംഗ്ഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ടൈം ഡൊമൈൻ സ്പെക്ട്രോസ്കോപ്പി, ടൈം ഡൊമൈനിൽ എന്താണ് ഈ ചേഞ്ചസ് എന്ത് ചെയ്യും എന്ന് പറയുമ്പം റേഡിയൻ്റ് പവേഴ്സിൽ FFTയിലുണ്ടോ, റേഡിയൻ്റ് പവറാണ് FFT, അതിലുണ്ടാകുന്ന ചേഞ്ചസ് റേഡിയൻ്റ് പവറിൽ എന്ന് പറയുമ്പോൾ റേഡിയൻ്റ് പവറിനുണ്ടാകുന്ന ചേഞ്ചസാണ് FFT. അതിനെന്ത് ചെയ്യും, നമ്മൾ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും
ടൈം ഡൊമൈൻ സ്പെക്ട്രോസ്കോപ്പിയിൽ റേഡിയൻ്റ് പവറിനുണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഇത് FT എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സൂചിപ്പിച്ചേക്കുന്നത്. അതെന്ത് ചെയ്യും, ഒരു ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഫോറിയർ ട്രാൻസ്ഫോം സ്പെക്ട്രോമീറ്ററിലാണെങ്കിൽ ഒരു ടൈം ഡൊമൈൻ പ്ലോട്ടുണ്ട്. അതെന്ത് ചെയ്യും, ടൈം ഡൊമൈൻ പ്ലോട്ടിനെ കൺവേർട്ട് ചെയ്ത് ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രമായിട്ട് മാറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ FT എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. റേഡിയൻ്റ് പവേഴ്സ് ഉണ്ടാകുന്ന ചേഞ്ചസാണ് FT. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് G ഓഫ് ഒമേഗ =1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി FT e⁻⁰t dt എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇൻവേഴ്സ് റിലേഷൻ. അതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ F(x) =1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി G ഓഫ് ഒമേഗ e⁻⁰x dω എന്നുള്ളതാണ്. അപ്പോൾ ഇക്വേഷൻസും 1നെയും 2നെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഒരു ഫോറിയർ ട്രാൻസ്ഫോം പെയർ എന്നും പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സൈൻ വേവ്, ഇൻഡിവിജ്വലായിട്ടുള്ള സൈൻ വേവിൻ്റെയും അതുപോലെ എന്താണ് ഈ സൂപ്പർ ഇമ്പോസ് ചെയ്ത സൈൻ വേവിൻ്റെയും എന്ത് ചെയ്യും, ഈ ഓരോ ഫോറിയർ ട്രാൻസ്ഫോം എന്ത് ചെയ്യും, നമുക്ക് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. അതാണ്ടാ ഇവിടെ നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ വേയിൽ എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ടൈം ഡൊമൈൻ സ്പെക്ട്രയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എന്താണ് ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഈ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിലുള്ള ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ആക്ച്വൽ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള ഇൻ്റർഫെറോമീറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മളെന്ന് പറയുന്നത് എന്താണ്, സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്ത ഒരു ഗ്ലോവറാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെന്തുണ്ട്, ഒരു S എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ബീം സ്പ്ലിറ്റർ B ഉണ്ട്, അതുപോലെ എന്താണ് 2 പ്ലെയിൻ മിറേഴ്സ് M1 M2 ഉണ്ട്. M1 എന്ന് പറഞ്ഞ സാധനം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. M2 എന്ത് ചെയ്യാൻ പറ്റും, ടു ആൻഡ് ഫ്രോ മോഷൻ പോസിബിളാണ്. ടു ആൻഡ് ഫ്രോ മോഷൻ എന്താണ് M2 പോസിബിളാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ബീം സ്പ്ലിറ്റർ എന്ത് ചെയ്യും, 50% റേഡിയേഷൻ ഏതൊരു പാസ് ചെയ്തിടും, M1-ലൂടെയും രണ്ടാമത്തെ 50 ബാക്കിയുള്ള 50% M2-ലൂടെയും എന്ത് ചെയ്യും, പാസ് ചെയ്തിടും. ഈ 2 ബീം എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് തിരിച്ച് ബിയിലേക്ക് എത്തും. അവിടെ വെച്ച് അതെന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, റീകമ്പൈൻ വിത്ത് 50% ഗോയിങ് ടു ദി സോഴ്സ് ആൻഡ് ദ അതർ 50 ഗോയിങ് ടു ദി സബ്. ഓക്കെ, വീണ്ടും റീകമ്പൈൻ ചെയ്യും. അതിനെ വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തും 50% എങ്ങോട്ടിടും, സോഴ്സിലോട്ടിടും, 50% എങ്ങോട്ടിടും, സാമ്പിളിലോട്ടും വിടും. ഒരു മോണോക്രോമാറ്റിക് സോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ പാത്ത് ലെങ്സ് BM1B അതുപോലെ എന്താണ് BM2B ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു ഇൻ്റഗ്രൽ നമ്പർ 0 എന്ന് പറയുന്നത് ഉപയോഗിച്ചുള്ള ഇൻ്റഗ്രൽ നമ്പർ വെച്ച് വേവ് ലെങ്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഡിഫർ ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ ആണല്ലോ. ഒന്നിന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടും. നമുക്ക് ഒരു ഇതിനെന്ത് ചെയ്യും, 2 ബീംസിന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഇവിടെ കിട്ടും, ബിയിൽ കിട്ടും. ഓക്കെ ആണല്ലോ. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, പാത്ത് ലെങ്സ്. ഓക്കെ ആണല്ലോ. പാത്ത് ലെങ്സിൽ എന്തൊരു ഡിഫറൻസ് വരും. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഓഡ് ഇൻ്റഗ്രൽ ഓഫ് നമ്പർ ഓഫ് വേവ് ലെങ്ത് ആയിട്ട് അതിൻ്റെ ഡിഫറൻസ് വന്നുകൊണ്ട് ഇരിക്കും. ഓക്കെ ആണല്ലോ. എന്താണ്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഫിക്സഡ് മിറർ കാണാം, പിന്നെ മൂവബിൾ മിറർ കാണാം, പിന്നെന്താണ് സാമ്പിൾ ഡിറ്റക്ടറിലോട്ടുള്ള പൊസിഷനും കാണാം. അപ്പോൾ M1 എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും, ബിയിൽ നിന്ന് എന്ത് ചെയ്യും, ബിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ എന്താണ് അകലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ സാമ്പിൾ ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഒരു ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ആൾട്ടർനേഷൻ എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്താണ് 2 ഡിഫറെൻറ്റ് മോണോക്രോമാറ്റിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ U1 U2 എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റർഫെറോ പാറ്റേൺ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഈ M2 മൂവ് ചെയ്ത് മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റർഫെറൻറ്റ് പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ത് ചെയ്യും എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സിഗ്നൽസിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്, കിട്ടണത്. ഓക്കെ ആണല്ലോ. അപ്പം ഒരു വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുന്നതിന് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, ഒരു എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറിജിനൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലോട്ട് തിരിച്ചെന്ത് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഈ
റീകമ്പൈൻഡ് ആയിട്ടുള്ള ബീം ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിന് നമ്മൾ എന്താണ് സാമ്പിളിലോട്ട് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, സാമ്പിൾ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഗ്യാപ്സ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ സാമ്പിളിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യും, നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും നോർമൽ അബ്സോർപ്ഷൻ സ്പെക്ട്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ. ഈ ഡിറ്റക്ടർ സിഗ്നൽ എന്ത് ചെയ്യും, നമ്മൾ മൾട്ടി ചാനൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, M2 ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും എന്താണ് ഈ ഡിറ്റക്ടർ സിഗ്നൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൾട്ടി ചാനൽ കമ്പ്യൂട്ടർ വഴി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കളക്ട് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യും, ഫോറിയർ ട്രാൻസ്ഫോം ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയുടെ എന്ത് ചെയ്യും, ഫോറിയർ ട്രാൻസ്ഫോം നടത്തുകയും അതുകൊണ്ട് എന്താണ് ഇതിനെ പേപ്പറിൽ പ്ലോട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും FTIR എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. റാപ്പിഡ് സ്കാനിങ്, അതുപോലെ എന്താണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അതുപോലെ SN റേഷ്യോ, എസ്പെർ റേഷ്യോ, അതുപോലെ എന്താണ് ഹൈ സെൻസിറ്റിവിറ്റി, ഹൈ റെസൊല്യൂഷൻ ഡേറ്റ പ്രോസസ്സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് സൈമൾട്ടേനിയസ് ഡേറ്റ കളക്ഷൻ എന്ത് ചെയ്യും, നമുക്ക് സ്പെക്ട്രത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസിയൻറ്റ് സ്പീഷീസ് ഉള്ള സ്പെക്ട്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാൻസ്പെൻറ്റ് സ്പീഷീസ് ഉള്ള സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, സ്പെക്ട്രത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ അൺസ്റ്റേബിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താണ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിലാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെൻറ്റ് സാമ്പിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഇത് കാരണം എന്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് പറയാൻ ക്രൊമാറ്റോഗ്രാഫിയിൽ എന്താണ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം അതെന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇതിന് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് വെച്ചതിൻ്റെ ഇത് ഒപ്പമുള്ള ഇതിൻ്റെ ഇൻകോർപ്പറേഷൻ എന്ത് ചെയ്യും, ഒരു കമ്പ്യൂട്ടർ ആവറേജിങ് ടെക്നിക്സ് ഇനേബിൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സ്പെക്ട്രം എന്ന് പറയുന്ന സാധനം സ്റ്റെപ്പ് വൈസ് കമ്പ്യൂട്ടറിലോട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിലോട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും ആവശ്യം വേറെ ലൊക്കേഷൻ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ പ്രോസസ്സിങ്ങിനെ റിപ്പീറ്റ് ചെയ്ത് നടക്കൊണ്ടിരിക്കും. അതുപോലെ എന്താണ് ഈ സിഗ്നൽസിന് എന്ത് ചെയ്യും, ഇലക്ട്രോണിക്കലി ഈ ടൈമിൽ ആഡ് ചെയ്തുകൊണ്ടും ഇരിക്കും. അപ്പോൾ എന്താണ് വീക്ക് സിഗ്നൽ എന്ന് പറയുന്ന സാധനം എന്താണ്, നോയ്സിന് എബവ് ആയിട്ട് ചിലപ്പോൾ എന്ത് ആവണമെന്നില്ല, വിസിബിൾ ആവണമെന്നില്ല. ഓക്കെ ആണല്ലോ. ഓർഡിനറി കേസിൽ നോയ്സിന് മുകളിലായിട്ട് വിസിബിൾ ആവുന്നില്ല. പക്ഷേ എന്താണ് ഇവിടെ എന്ത് ചെയ്യും, ചെറിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു നമ്മുടെ N സ്കാൻസ് സം ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, അതിന് നമ്മൾ എന്താ പറ്റും, ഒരു ഇൻഡൻ സിഗ്നൽ ഫോം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ N സ്കാൻസ് ഉണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ S/N റേഷ്യോ അത് കണ്ടുപിടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ നമ്മൾ √10 ആയിട്ട് എന്ത് ചെയ്യും, √10 ടൈംസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തത് ഹൈ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യും, അതുപോലെ എന്താണ് ഹൈ സെൻസിറ്റിവിറ്റി, ഇത് നല്ല ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ ഹൈ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യും, മെറ്റൽ ഓക്സൈഡ്സ് അതുപോലെ എന്താണ് സപ്പോർട്ട് മെറ്റൽ കാറ്റലിസ്റ്റും അബ്സോർബ് ചെയ്യുന്ന എന്താണ് സ്പീഷീസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രോട്ടീൻസ് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെയൊക്കെ ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ എന്താണ് ഇതിൻ്റെ ഫോട്ടോ അക്യൂസ്റ്റിക് സിഗ്നലിനും ബയോകെമിക്കൽ റിസർച്ചിനും ഉള്ള ഇതിൻ്റെ എന്താണ് ഡിറ്റക്ടേഷന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. അതെന്ന് പറയുന്ന സാധനം എന്താണ് എനോർമസ് ആണ്. അതുപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ പോസിബിലിറ്റി എന്ത് ചെയ്യും, IR സ്പെക്ട്രോമീറ്ററിലുള്ളത് കൊണ്ട് തന്നെ IRലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മോളിക്കുലർ വൈബ്രേഷൻ്റെ എനർജിയുടെ എന്ത് ചെയ്യും, നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് കിട്ടും. എന്ത് ചെയ്യാൻ പറ്റും, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ അറ്റ്മോസ്ഫിയറിലെ കമ്പോണൻസിനെ മെഷർ ചെയ്യാനും അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയർ കമ്പോണൻസിനെ ഏറ്റവും ചെറിയ പാർട്സ് പെർ ബില്യൺ അത്രയും ചെറിയ കമ്പോണൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രസൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യും. ഓക്കെയാണ്, ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ് ഈ കമ്പ്യൂട്ടർ ഇൻസ്ട്രുമെൻറ്റുമായിട്ടുള്ള എന്താണ് ഇൻകോർപ്പറേഷൻ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, റാപ്പിഡ് ആയിട്ടുള്ള സ്പെക്ട്രൽ സെർച്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1000 ഓക്കെ ആണല്ലോ. 6 എന്ന് പറയുമ്പോൾ 6 മുതൽ 7 സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും, 1000 അത്രയും എന്താണ് പറ്റും സ്പെക്ട്രൽ സെർച്ചസ് നമുക്ക് പോസിബിളായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സ്പെക്ട്രത്തിന് ഓക്കെ ആണല്ലോ, ഈ സ്പെക്ട്രം റെഫറൻസ് സാമ്പിളിൽ നിന്ന് എന്ത് ചെയ്യും,
നമുക്ക് ഈ മിക്സ്ചറിൻ്റെ ഓക്കെ ആണല്ലോ, മിക്സ്ചറിൻ്റെ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, റെഫറൻസിൻ്റെ ഇത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണ്ട ഓക്കെ ആണല്ലോ, വേണ്ട നമുക്ക് എന്ത് കിട്ടും, ആ ഒരു സ്പെക്ട്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഓക്കെ ആണല്ലോ, ഇതാണ് FTIR ടെക്നോളജി വഴി എന്താണ് പോസിബിൾ ആണ്. അതാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോളിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മോളിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സ്പെരിമെൻ്റലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ബാൻസുമായിട്ട് എന്ത് ചെയ്യും, ബാൻസ് ആയിട്ട് അസൈൻ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യണത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്ട്രെച്ചിങ്ങും അതുപോലെ എന്താണ് വെൻഡിങ് വൈബ്രേഷൻസും, ബാൻസിൻ്റെ എന്താണ് സ്ട്രെച്ചിങ് ആൻഡ് വെൻഡിങ് വൈബ്രേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ഈ വൈബ്രേഷൻ സ്പെക്ട്രം ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, രണ്ട് മേജർ റീജിയൻ ആണ്. ഏതൊക്കെയാണ്, ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയനും കാണും, ഫിംഗർ പ്രിൻറ്റ് റീജിയനും കാണും. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ടിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോൺ സാമ്പിളിൻ്റെ IR സ്പെക്ട്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, IR സ്പെക്ട്രമായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, മാച്ച് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ എലൂസിഡേഷൻ ഓഫ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് രാമൻ റിസൾട്ടും കൂടെ നമ്മൾ കൺസിഡറേഷനിൽ എടുത്താൽ മാത്രമേ ഇത് എന്താവത്തുള്ളൂ, പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ ആണല്ലോ, ഈ രാമനും അതുപോലെ എന്താണ് IR സ്പെക്ട്രോസ്കോപ്പിയും കോംപ്ലിമെൻ്ററി ആണ് നമുക്കറിയാമല്ലോ. അപ്പോഴത്തേക്കും ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെർട്ടൻ കേസ് വരെ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ എന്താണ് ഒരു സെർട്ടൻ കേസ് വരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, IRന് മാത്രമായിട്ടുള്ളത് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാമിക്സിൻ്റെ ട്രാൻസിഷൻ ഫേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്കും അതുപോലെ ഇൻഡസ്ട്രികളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ഉപയോഗിക്കാറുള്ള സാധനമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ FTIR എന്ന് പറയുന്ന സാധനം. ഓക്കെ.